കേരളത്തിലെ 4 നിയോജക മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ, തൃശൂർ, ആലപ്പുഴ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടെ കെ.സി. വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ സിറ്റിംഗ് എം.പി ആയിട്ടുള്ള എം ആരിഫും തമ്മിലുള്ള മത്സരമായതുകൊണ്ട് തന്നെയാണ്. എം ആരിഫിന് വലിയ ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നു കെ.സി. വേണുഗോപാലിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോഴും കോൺഗ്രസ്സുകാർ നല്ല രീതിയിൽ ഭയപ്പാടിലാണ്. കെ.സിയുടെ വോട്ട് വിഴുങ്ങാൻ നല്ല രീതിയിൽ കെൽപ്പുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് കൃത്യമായി അറിയാം. കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ ഒഴിച്ചാൽ കെ.സിക്ക് അധികമായി കിട്ടുന്ന വോട്ടുകൾ ഇത്തവണ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം രാജസ്ഥാനിലെ സിറ്റിംഗ് എം.പി സ്ഥാനം കളഞ്ഞു കുടിച്ചിരിക്കുന്നു. അതുവഴി ബി.ജെ.പിക്ക് അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാൽ വലിയൊരു ചുമതലയാണ് കൃത്യമായും കോൺഗ്രസിൽ വഹിക്കുന്നത്, അതായത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതായത് എങ്ങനെയും ബി.ജെ.പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഇന്നും ഇന്നലെയുമല്ല കെ.സി. വേണുഗോപാൽ പയറ്റി തുടങ്ങിയത്. കെ.സി. വേണുഗോപാൽ എന്നാണോ കേന്ദ്രത്തിൽ നിർണായക പദവി ഏറ്റെടുത്ത് അന്നു മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ ഈ തരത്തിലുള്ള പതനം. ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും ഒക്കെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. എന്തിനധികം പറയുന്നു, ഗുജറാത്തിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ഇപ്പം ഒന്നുമല്ലാതെ നാമാവിശേഷമായപ്പോഴും കെ.സിക്ക് ഒരു മിണ്ടാട്ടവുമില്ല. രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു കൃത്യമായി ഗുജറാത്തിൻ്റെ ചുമതല, എന്നിട്ട് അദ്ദേഹവും കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അതായത് ദേശീയ നേതാക്കളിൽ പലരും ഇവിടെ വന്ന് എന്ത് കഴിവ് തെളിയിക്കാനാണ് പോകുന്നത് എന്നുള്ള വലിയ ചോദ്യം ഇടതുപക്ഷം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും ഒക്കെ കേരളത്തിൽ വന്ന് ഏത് രീതിയിലാണ് രാഷ്ട്രീയം പറയാൻ പോകുന്നത്? താമര ചിഹ്നത്തിനോട് മത്സരിക്കാൻ കെൽപ്പില്ലാത്തവരാണോ ഇവർ എന്നുള്ള വലിയ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഏതായാലും കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വരുമ്പോൾ എം ആരിഫിന് കൂടുതൽ സന്തോഷമാണ്. ആരിഫ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം അരൂർ എം.എൽ.എ ആയിരുന്ന കാലഘട്ടത്തിൽ കെ.സി. വേണുഗോപാലായിരുന്നു അവിടുത്തെ എം.പി. ഒരു വികസന പദ്ധതിക്കും കെ.സി. വേണുഗോപാൽ ഒരു രീതിയിലുള്ള സഹായവും കൃത്യമായി കൊടുക്കാതെ എപ്പോഴും മുങ്ങി നടക്കലായിരുന്നു പരിപാടിയെന്ന് അന്നു മുതലേ ആരിഫ് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞതാണ്. അതുതന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഡൽഹി രാഷ്ട്രീയത്തിനകത്ത് ശോഭിച്ചു നിൽക്കുന്ന സമയമായപ്പോൾ പിന്നെ ആലപ്പുഴയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചില്ല. ഇപ്പോൾ പഴയ ബന്ധുവും പുതുക്കിക്കൊണ്ട് വന്നാൽ ആലപ്പുഴക്കാർ ആട്ടി ഓടിക്കും എന്ന് മാത്രമേ തനിക്ക് പറയാനുള്ളൂ എന്നാണ് എം ആരിഫ് കൃത്യമായി പറയുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, അവസരവാദ രാഷ്ട്രീയം മാത്രമാണ് കോൺഗ്രസ്സുകാർ പയറ്റുന്നത് എന്നത്.